ഞാൻ ഇന്ന് കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയ്യുവാൻ്റെ ദിവസമല്ലേ, അവരുടെ ബോൾ ഗ്രേപ്പ് ജ്യൂസിൻ്റെ ബോട്ടിൽ കിട്ടി കേട്ടോ. കുറച്ച് പഴയ ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിൽ കിട്ടിയപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ കുറേ ഐഡിയാസ് ഇങ്ങനെ മനസ്സിൽ വന്നു. ഫൈനലി ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, കാം ഡൗൺ ബോട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചെയ്യാനുള്ള പുറപ്പാടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ എടുക്കാം. എനിക്ക് ഫുഡ് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കോഷ്യ പെയിൻ്റാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വാട്ടറും കോക്കനട്ട് ഓയിലുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ചിലർ കോക്കനട്ട് ഓയിലിന് പകരം ഗ്ലൂ യൂസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എനിക്ക് ഈ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് ആ ഒരു വിഷനാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. എത്ര അളവിലാണോ നമ്മൾ വാട്ടർ എടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ കോക്കനട്ട് ഓയിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എനിക്ക് വയലറ്റ് കളർ വേണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കോഷ്യ പെയിൻറ്റിൻ്റെ വയലറ്റ് കളർ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വാട്ടർ ഒഴിച്ചിട്ട് കോഷ്യ പെയിൻറ്റിൻ്റെ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എന്തിനാണ് എന്നറിയാത്തവർക്ക് വേണ്ടി പറയാം. കാം ഡൗൺ ബോട്ടിലെന്ന് വെച്ചാൽ 2+ ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് അവരുടെ ബ്രീത്തിങ് അതുപോലെ തന്നെ തോട്ട്സ് ഫോക്കസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ നമ്മളെപ്പോലുള്ളവർക്ക് സ്ട്രെസ് റിലീഫായിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ എനിക്ക് ഇതിൽ ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ഗ്ലിറ്റേഴ്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ വാട്ടറിന് ഈക്വലായ പ്രൊപ്പോർഷനിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാം ഡൗൺ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ആർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിലാകെ വാട്ടറും അതുപോലെ തന്നെ ഫുഡ് കളർ അല്ലെങ്കിൽ പെയിൻറ്റ് കളർ അതുപോലെ തന്നെ ഗ്ലിറ്റർ പിന്നെ കുറച്ച് ഓയിലും മാത്രം മതി. പിന്നെ ഒരു പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലും മതിയാവും. പിന്നെ ഞാനിത് കുട്ടികളെ ഉദ്ദേശം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഫൈനലി ഞാനിതിൽ ഫെവിക്വിക്ക് വെച്ചിട്ട് ആ ക്യാപ്പ് അതിൽ നന്നായി തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.